mtechwindowയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയാനാണ്. എന്താ പറയാ, നമ്മുടെ ചാനല് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്. അപ്പൊ ഇതൊരു സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്താൽ എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനി ഞങ്ങളെ അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസ്കിൽ ലൈറ്റ് ഒക്കെ വെച്ച് കറങ്ങുന്ന രീതിയിൽ മിനി മോട്ടറൊക്കെ വെച്ച് അടിപൊളി സംഭവമാണ്. അപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് വേഗം ചെല്ലാം. അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ല, താഴെ കിടക്കുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓടിച്ചെന്ന് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിന്റെ അടുത്തുള്ള ബെല്ലൈക്കനോടെ ക്ലിക്ക് ചെയ്യാൻ ഞങ്ങളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇട്ടാലോ. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു മിനി മോട്ടർ വേണം. നമ്മൾ ഇതുപോലത്തെ ഒരു മിനി മോട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു കുപ്പിയുടെ മൂടിയാണ് ഇതുപോലെ മിനി മോട്ടറിൽ സെറ്റ് ചെയ്യാനായിട്ടാണ്. എന്നിട്ട് നമ്മുടെ കുപ്പിയുടെ മൂടിയുടെ കറക്റ്റ് സെൻറ്ററിലൊക്കെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു കോമ്പസ് വെച്ചാണ് നമ്മൾ ഹോൾ ഇടുന്നത്. കൃത്യം സെൻറ്റർ തന്നെ വെക്കണം, നല്ലതാണ് നമ്മുടെ മിനി മോട്ടറിൽ കറങ്ങുമ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ. നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മിനി മോട്ടറിലേക്ക് കയറ്റി കൊടുക്കാം. കണ്ട, നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്, അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമുക്ക് ആവശ്യം. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു മരത്തിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ മിനി മോട്ടറിൽ സെറ്റ് ചെയ്യാനായിട്ടാണ്. ഇതുപോലെ വെച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത്. എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ടേപ്പ് ഇടുക. എന്നിട്ട് നമുക്ക് ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. നന്നായിട്ട് നല്ല ടൈറ്റിന് തന്നെ ഒട്ടിച്ചു കൊടുക്കണം, ഒട്ടും വിട്ടുപോകാത്ത രീതിയിൽ. മിനി മോട്ടർ കറങ്ങുമ്പോൾ നന്നായിട്ട് വൈബ്രേഷനൊക്കെ ഉണ്ടാവും, അതാരനാണ് നല്ല ടൈറ്റിന് ചുറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തത് ഇതുപോലത്തെ 9 വോൾട്ട് ബാറ്ററിയാണ്. ഇതിൽ നമുക്ക് 2 വയറൊന്ന് സോൾഡ് ചെയ്ത് പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ സോൾഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മറ്റേ മരത്തിൻ്റെ പീസിൽ ഇതുപോലെ അങ്ങോട്ട് വച്ചിട്ട് നൈസിനൊന്ന് ഒട്ടിച്ചെടുക്കാനുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടേപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ഒട്ടിച്ചങ്ങോട്ട് കൊടുക്കാം. നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ടേപ്പൊക്കെ ഒട്ടിച്ച് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ മിനി മോട്ടറും ബാറ്ററിയും കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം ഇതുപോലത്തെ ഒരു സ്വിച്ചാണ്. ഇത് നമുക്കൊന്ന് ഗ്ലൂ ചെയ്ത് അതുമായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഭാഗത്തായിട്ടാണ് ഒട്ടിക്കുന്നത്. നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം, ഒട്ടും വിട്ടുപോകാത്ത രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ വയറൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മോട്ടറും സ്വിച്ചും ബാറ്ററിയൊക്കെ ആയിട്ട് നമുക്കൊന്ന് സോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം സോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിനി മോട്ടർ കറങ്ങും. കണ്ട, അടിപൊളിയായിട്ട് കറങ്ങണൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലത്തെ 3 ചെറിയ ബാറ്ററികൾ എടുത്തിട്ടുണ്ട്. ഒട്ടും തടിയില്ലാത്ത ടൈപ്പ് ബാറ്ററിയാണ്, ചെറുതാണ്. നമ്മുടെ ഡിസ്കുമ്പോൾ സെറ്റ് ചെയ്യാനായിട്ടാണ്. അതിനായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ഡിസ്കും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ LED വേണം. നമ്മുടെ മറ്റേ ബാറ്ററിയിൽ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ലൈറ്റ് എത്താൻ കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ഒരു LED വേണം. പിന്നെ നമ്മൾ വേറൊരു LED കുറച്ച് നീട്ടം വരുത്തിച്ചിട്ടെടുത്തിട്ടുണ്ട്. കുറച്ച് ചെമ്പമ്പിയൊക്കെ വെച്ചുകൊണ്ട് കുറച്ച് നീളം വരുത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 2 LEDകളും ഇതുപോലെ വെച്ചൊന്ന് ടേപ്പ് ചുറ്റിയിരിക്കണം നമ്മുടെ ബാറ്ററിയിൽ. നമുക്ക് ആ മൂടിയുടെ മുകളിൽ ഇതുപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ചുറ്റിനോട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് നമ്മുടെ മറ്റേ CD വെച്ചത് ഇതുപോലെ കറക്റ്റ് സെൻറ്ററിന് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. കൃത്യം സെൻറ്ററിന് തന്നെ ഒട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നന്നായിട്ട് വൈബ്രേഷൻ ഉണ്ടാവും. അതാരനാണ് കൃത്യം സെൻറ്ററിൽ ഒട്ടിച്ച് വെക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട, നമുക്ക് ആ ലൈറ്റ് നമ്മുടെ സെൻറ്ററിലേക്ക് തന്നെ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഇവിടെ വെച്ചിട്ട് ഒരു ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ലൈറ്റിന് സ്വിച്ച് വെക്കണവർക്ക് വെക്കാം. നമ്മളിപ്പോൾ വെച്ചിട്ടില്ല, എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ സ്വിച്ച് ഉണ്ടായില്ല, അതാരണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിതൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. അതിനായിട്ട് നമ്മൾ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. നൈസായിട്ട് സ്വിച്ച് ഓൺ ചെയ്യാം. ഇതിപ്പോൾ അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്. പക്ഷേ നമ്മുടെ പുറത്ത് നല്ല വെട്ടാരണം, നമ്മുടെ ലൈറ്റിൻ്റെ വെട്ടം അധികം അങ്ങോട്ട് കാണാൻ പറ്റില്ല. നല്ല അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്. കണ്ടോ, ഇത് നമ്മൾ ഇരുട്ടത്ത് വെച്ച് നോക്കിയാലാണ് ഇതിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതായത് നമുക്കൊന്ന് ഇരുട്ടത്ത് വെച്ച് നോക്കാം. ഇരുട്ടത്ത് നോക്കുമ്പോൾ സംഭവം അടിപൊളിയാണ്. കണ്ട, 2 ലെയർ പോലെ നമ്മുടെ ഈ ലൈറ്റ് കറങ്ങുന്നുണ്ട്. കുറേ ലൈറ്റുള്ള പോലെയാണ് തോന്നുന്നത്, പക്ഷേ ആകെ 2 ലൈറ്റ് മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ. നല്ല സ്പീഡിൽ കറങ്ങണ അടിപൊളിയായിട്ട് കുറേ ലൈറ്റ് വെച്ച് ചെയ്ത പോലെയുണ്ട്. അടിപൊളി സംഭവമാണ്. കത്താത്ത ലൈറ്റാണ്, അതായത് നല്ല കളറൊക്കെ വരുന്നുണ്ട്.
ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കാം, പിന്നെ ഷെയറും കൂടെ ചെയ്തേക്കാം. അപ്പൊ നമ്മൾ ആകെ ഇതിന് യൂസ് ചെയ്യണത് 2 LED മാത്രമാണ്. പക്ഷെ നമ്മുടെ ഫാൻ ശരിക്കും അവിടെ കറങ്ങുമ്പോ കുറെ LED പോലെയാണ്. അടിപൊളി സംഭവമാണ്. എല്ലാവർക്കും നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റിയ സംഭവമാണ്. അപ്പൊ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തേ ഈ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അതിന്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്.